ഹായ് ഡിയർ, ഷെർനാസ് വെല്ലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗർഭിണികളുടെ 3rd മന്ത് സ്കാനായ NT സ്കാനിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പറയാം. 11 to 14 വീക്സിനുള്ളിലാണ് നമ്മൾ ഈ സ്കാൻ ചെയ്യുന്നതും. പ്രധാനമായി നമ്മുടെ കുട്ടികൾക്കുണ്ടാവുന്ന ജനിതക വൈകല്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കാനാണിത്. ഞാനിപ്പോൾ ഇന്ന് എൻ്റെ NT സ്കാൻ റിപ്പോർട്ടായിട്ടാണ് വന്നേക്കുന്നത്. ഇത് നോക്കിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ റിപ്പോർട്ട് നോക്കി ഒന്നും മനസ്സിലാവില്ല. ഡോക്ടേഴ്സാണ് നമുക്ക് വേണ്ടി വേറെ ഒന്നും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരത്തില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ. പക്ഷെ നമുക്ക് എന്നാലും ഒരു പേടിയുണ്ടാവും, അയ്യോ കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായില്ലേ എന്ന് ഓർത്ത് നമുക്കൊരു ടെൻഷനായിരിക്കും. അപ്പം ഞാൻ ഈ റിസൾട്ട് കിട്ടുമ്പോഴത്തേക്കും യൂട്യൂബും ഗൂഗിൾ ട്രാൻസ്ലേഷനൊക്കെ നോക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതപ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാം. ഇതിൽ ആദ്യം തന്നെ LMB ഡേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. എല്ലാ ഗർഭിണികളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ LMB ഡേറ്റ് എന്നുള്ളത്. ഇത് മിക്കവർക്കും അറിയത്തില്ല എന്താണെന്നുള്ളതും. LMB ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലാസ്റ്റ് മെൻസ്ട്രൽ പീരിയഡ് ഡേറ്റ് ആണ്. അതായത് ഏത് മാസമാണ് ലാസ്റ്റ് നമുക്ക് പീരിയഡ് കിട്ടിയത് എന്നുള്ള ഡേറ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ EDD എന്ന് കൊടുത്തിട്ടുണ്ടാവും. EDD എന്ന് പറയുമ്പോൾ എസ്റ്റിമേറ്റ് ഡേറ്റ് ഓഫ് ഡെലിവറി. ഇത് നമ്മുടെ ഡ്യൂ ഡേറ്റ് അറിയാനായിട്ടുള്ള ഡേറ്റ് ആണ്. അതായത് നമ്മളെപ്പോൾ പ്രസവിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റഡ് ഡേറ്റ്. അതോടൊപ്പം തന്നെ ജസ്റ്റേഷൻ ഡേറ്റും കൊടുത്തിട്ടുണ്ടാവും. ഇത് നമ്മുടെ കുട്ടികൾക്ക് എന്തോരം വളർച്ച ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ LMB ഡേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ചില കുട്ടികൾക്ക് ഗ്രോത്ത് കൂടുതലും കുറവും വരാറുണ്ട്. അത് കണ്ടാലും പേടിക്കൊന്നും വേണ്ട. കാരണം ഇതിപ്പോൾ നമ്മുടെ ഓവുലേഷൻ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിലേ ആവാറുണ്ട്. അതുകൊണ്ടിട്ടാണ് അങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കുട്ടിയുടെ ഹാർട്ട് റേറ്റ്, നേസൽ ബോൺ, CLR, സെർവിക്കൽ ലെങ്ത് എല്ലാം ഇത് നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഫീറ്റൽ പൊസിഷൻ, കാർഡിയാക് ആക്ടിവിറ്റി, മൂവ്മെന്റ് എല്ലാം പ്രസന്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ അടുത്തത് നേസൽ ബോൺ ആണ്. നേസൽ ബോൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞിന്റെ മൂക്കിന്റെ എല്ല് കാണുന്നുണ്ട് എന്നുള്ളതാണ്. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ സെയിം എന്ന് കൊടുത്തിട്ടുണ്ടാവും. അടുത്തത് ന്യൂക്കൽ ട്രാൻസൻസി ആണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ കഴുത്തിന് പിറകിലുള്ള ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ടാണ് കുട്ടിക്ക് ജനിതക വൈകല്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. ഈ ഫ്ലൂയിഡ് 3 mm കുറവായിരിക്കും. 3.5 mm മുകളിലാണെങ്കിലായിരിക്കും നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവുന്നത്. അടുത്തത് CLR ആണ്. ക്രൗൺ റാം ലെങ്ത് എന്നാണ് പറയുന്നത്. അതായത് കുട്ടിയുടെ തലച്ചോറ് മുതൽ ബട്ടക്സ് വരെയുള്ള ലെങ്ത് ആണ്. ഇത് നോക്കിയിട്ടാണ് ഡോക്ടർ കുട്ടിക്ക് വളർച്ച കൂടുതലാണോ കുറവാണോ എന്ന് പറയുന്നത്. പിന്നെ പ്ലാസന്റയുടെ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ആന്റീരിയർ ഓർ പോസ്റ്റീരിയർ ആയിരിക്കും. എൻ്റേത് പോസ്റ്റീരിയർ ആണ് കൊടുത്തേക്കുന്നത്. അതായത് ഗർഭാശയത്തിന്റെ പിൻഭാഗത്തെ ഭിത്തിയോടും അമ്മയുടെ നട്ടലിന്റെ അടുത്തായിട്ടുമായിരിക്കും പ്ലാസന്റ് ഇരിക്കുന്നത്. അടുത്തത് സെർവിക്സ് ലെങ്ത് ആണ്. നോർമൽ ഓർ ഷോർട്ട് എന്നായിരിക്കും കൊടുക്കുന്നത്. എനിക്ക് ഇവിടെ 4 cm ഉണ്ട്. ഇത് നോർമലാണ്. ചിലർക്ക് ഇത് 2.5 താഴെയാണെങ്കിൽ ഡോക്ടർ അവരോട് റെസ്റ്റ് എടുക്കാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് സർവീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടിയും വരും. അതോടൊപ്പം തന്നെ ഇന്റേർണൽ ഓസ് ക്ലോസ്ഡ് എന്നും എഴുതിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ വെജൈനൽ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. നമ്മുടെ ഡെലിവറി ടൈമിൽ മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ NT സ്കാനിൽ വരുന്നത്. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ. Audio Jungle.